കലീക ജ്യോതിഷൻ്റെ പ്രണാമം. എന്നാൽ ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്തിനെ കുറിച്ച് ഒരുപാട് ജ്യോതിഷന്മാർ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിരുന്നു. ആചാര്യന്മാരും ജ്യോതിഷന്മാരുമല്ല. കലിക ജ്യോതിഷൻ അങ്ങനെയാണ്. വേഷം കെട്ടി രൂപമൊന്നും മാറിയിട്ടില്ല. എല്ലാവരുടെയും പ്രശ്നം തീർക്കുന്നവരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വേഷം കെട്ടി രൂപം മാറിയിട്ടില്ല, പക്ഷേ ഒരുപാട് അറിവ് നേടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം 8 മണിക്കൂർ ഞാൻ മുന്നേ കാലങ്ങളിലൊക്കെ വായിച്ചു പഠിക്കുമായിരുന്നു. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ പറ്റും അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അത് ചെയ്യുമായിരുന്നു. നാളെ ഒരുത്തായി സനാതനധർമ്മത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ എന്ന് ചോദിച്ചു. അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത്, നഴ്സറി പോകുന്ന സമയത്ത് സനാതനധർമ്മം പഠിച്ചവനാണ് ഞാൻ അവനോട് നേരിട്ട് തന്നെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവനത് മതിയായി. ഇപ്പോൾ വേഷം കെട്ടി മറ്റുള്ളവരെ പറ്റിക്കാം, കാവ്യമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ എല്ലാ പേരും അങ്ങനെയല്ല. അറിവുള്ളവരും കാവ്യക്കകത്തുള്ളിലുണ്ട്, സന്യാസിമാർ. അറിവില്ലാത്തവരും ഉണ്ട്. അതുപോലെ നല്ല ആചാര്യന്മാരും ഉണ്ട്. അറിവില്ലാത്തവരും വേഷം കെട്ടി രൂപം മാറുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ പുറകെ ചെന്ന് വീഴും. ഇവിടെ കലീക ജ്യോതിഷൻ ലോകത്ത് ഒരാളേ ഉള്ളൂ, അത് കലീക ജ്യോതിഷം മാത്രമാണ്. അവിടെ വേഷം കെട്ടേണ്ടതെന്നും ആവശ്യമില്ല. പോരാത്തോണ്ട് ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ്. എല്ലാത്തിലും എൻ്റെ മഹാദേവൻ സർവ്വജീവജാലങ്ങൾക്കും അധിപനാണ്. അതുപോലെ ഞാനും ആ ആശയങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. അതാണ് എൻ്റെ കർമ്മം. ഞാൻ എൻ്റെ എറണാകുളം ഓഫീസിലിരുന്നു കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇനി 16-ാം തീയതി തിരുവനന്തപുരത്ത് വരത്തുള്ളൂ. പിന്നെ 21-ാം തീയതി താമരശ്ശേരി സിറ്റി മോൾ കോഴിക്കോട് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 28, 29 പാലക്കാടായിരിക്കും. അപ്പം ഇങ്ങനെ യാത്രയിലും പല ഓഫീസുകളിലുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും കൺസൾട്ടിങ് നടത്തുകയും നൂറുകണക്കിന് ആൾക്കാരെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ പ്രവചനം നടത്തുമ്പോഴും അത് കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മൊത്തമുള്ള കാര്യങ്ങളാണ് പ്രവചിക്കുന്നത്. ഇന്ന് രാവിലെ എൻ്റെ പാലക്കാടുള്ള, ഞാൻ ഈ പ്രവചനങ്ങളൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും പോകില്ല പ്രവചനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഓരോരുത്തരും അത് എഴുതി വെച്ച് എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പാലക്കാട് നടന്ന ഒരു സംഭവം, അതായത് സാറ് പറഞ്ഞു പാലക്കാട് ഭക്ഷ്യവിഷബാധ സംഭവിക്കും എന്നുള്ളത് സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധ സംഭവിച്ചു. എന്നിട്ട് അദ്ദേഹം ആ പത്രത്തിലുള്ള ന്യൂസ് അതെനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. സാർ ഇന്നതാണ് സംഭവിച്ചത്, അത് സാറ് നോക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് പാലക്കാട് ആണ്. പാലക്കാട് ആ ന്യൂസ് ഇങ്ങനെയാണ് വരുന്നത്: ഭക്ഷ്യവിഷബാധ, അകത്തേത്തറയിലെ ബേക്കറി അടപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വരുന്നത്. പാലക്കാട് അകത്തേത്തറയിൽ ബേക്കറി വിഭവങ്ങൾ കഴിച്ച് കുട്ടികൾ ഉൾപ്പെടെ 32 പേർ ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവത്തിൽ ബേക്കറി അടച്ച് പഞ്ചായത്ത് അധികൃതരും ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയാണ് നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ട് 11-ന് വൈകിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 11-ാം തീയതി വൈകിട്ട് ചിത്ര എന്ന് പറയുന്ന അവിടെ ഷോപ്പിലെ ബേക്കറിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത അയച്ചു. ഞാനത് തിരക്ക് മുഖാന്തരം ഞാൻ കണ്ടില്ല. പക്ഷേ എൻ്റെ പ്രവചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നവർ അത് വളരെ വ്യക്തമായിട്ട്, അത് സാറിൻ്റെ ഭക്ഷ്യവിഷബാധ പാലക്കാട് സംഭവിക്കുമെന്നുള്ള പ്രവചനം എത്ര ഷാർപ്പായിരിക്കുന്നു, പാലക്കാട് സംഭവിച്ചിരിക്കുന്നു, ഐ ഹാറ്റ്സ് ഓഫ് യു സാർ എന്ന് പറഞ്ഞ് പാലക്കാടുള്ള 1-2 പേരാണ് എനിക്കിത് അയച്ചു തന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നു, മഹാദേവനുമായി സംവാദിച്ചുകൊണ്ട് നമ്മളത് പറയുന്നു, അത് തന്നെ നടക്കുന്നു. ഇപ്രാവശ്യം 10-20ഓളം പ്രവചനങ്ങൾ ഇപ്പം തന്നെ നടന്നു. അതുപോലെ കേരളത്തിലെ ഉന്നത നേതാവ് കോൺഗ്രസിൻ്റെ മുസ്തഫയുടെ മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അത് ഒരു പ്രവചനമായിരുന്നു. 3 നേതാക്കന്മാർ, പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്ക് മരണം സംഭവിക്കും. അതും സംഭവിച്ചു. ഏകദേശം ഒരു മാസം ആയില്ല. ഇന്നിപ്പോൾ തീയതി 14 ആയുള്ളൂ. 1-ാം തീയതി തൊട്ട് 14-ാം തീയതിക്കകത്ത് അല്ലെങ്കിൽ
നടക്കേണ്ട 10-20ഓളം പ്രവചനങ്ങൾ നടന്നു. ഇനിയിപ്പോൾ വെറും 70 പ്രവചനങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെല്ലാം മഹാദേവൻ പറയും, ഞാനത് ജനങ്ങളിലേക്ക് എത്തിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം കടന്നു വന്നിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠ നടത്തുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയം വളരെ മോശമല്ലേ? അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ആ സമയത്തിന് വളരെയധികം മോശമായിട്ടുള്ള ഇതാണ് വരുന്നത് എന്ന് ഒരുപാട് ആചാര്യന്മാരും ജ്യോതിഷികളും ഒക്കെ അറിയിച്ചു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കും. അപ്പം ഞാനത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ സമയം അഭിജിത്ത് മുഹൂർത്തമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തത്തിന് ലോകത്തിലെ ഒരു നിയമവും ബാധകമല്ല. ഒരു തിയറിയും ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഇത് നോക്കൂ, കല്യാണത്തിന് ശനി, ഞായർ, ചൊവ്വ കല്യാണം പാടില്ല. 11 കല്യാണ നക്ഷത്രങ്ങളിലെ പാടുള്ളൂ. പോരാത്തോണ്ട് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ മുഹൂർത്തം കുറിക്കുന്നത്. കല്യാണത്തിന് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഞായറാഴ്ചയും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ കല്യാണം നടത്തുമ്പോഴത്തേക്ക് അഭിജിത്ത് മുഹൂർത്തമാണ് എഴുതി കൊടുക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ബുധനാഴ്ച ഒഴിച്ച് പിന്നെ ബാക്കി ഉള്ള ദിവസങ്ങളിലെല്ലാം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ബുധനാഴ്ച ആ സമയം രാഹുകാലമാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് രാഹുകാലത്തല്ല, പോരാത്തോണ്ട് മോശമായ സമയത്തും അല്ല, അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. അപ്പം മഹാദേവൻ മുരുക കാർത്തികേയനെ പഠിക്കാൻ അയച്ചതും അതെല്ലാം അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഭഗവാന്മാരെ കാര്യങ്ങളെല്ലാം മനുഷ്യരുടെയും കാര്യങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്യാം. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു ലോകത്ത് ഒരു പ്രയാസമില്ല. ഏറ്റവും മനോഹരമായ സമയമാണ് അത്. ഏകദേശം 12:15 ഒരു 1:30 ഇടയ്ക്കൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. ചിലപ്പോൾ ഇടയ്ക്ക് ചില ഗ്യാപ്പ് വരും. 12:45 അത് കഴിഞ്ഞാൽ പിന്നെ 1 തൊട്ട് 1:30 അങ്ങനെ ഒരു ഗ്യാപ്പ് വരാം. ഈ അഭിജിത്ത് മുഹൂർത്തം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തമാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും അനുയോജ്യമായ സമയം തന്നെ പ്രാണപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഭാരതത്തിൽ ഐശ്വര്യം തന്നെ കൊണ്ടുവരും. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾ എല്ലാ ആംഗിളും പരിശോധിക്കണം. അല്ലാതെ ഒരു ആംഗിളിൽ നോക്കിയിട്ട് ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അറിവ് ആ ലെവലിൽ നിൽക്കുമ്പോൾ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അഭിജിത്ത് മുഹൂർത്തം ശ്രദ്ധിക്കാതെ പോകരുത്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു തിയറിയും ബാധകമല്ല, ഒരു ഇതും വരത്തില്ല. നെഗറ്റീവിൻ്റെയും ഇത് അതിനകത്ത് വരാൻ സാധിക്കില്ല. അഭിജിത്ത് മുഹൂർത്തം ഈസ് ദ ബെസ്റ്റ് മുഹൂർത്തമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ അതാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മുഹൂർത്തം എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ഏത് കാര്യത്തിനും അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. അത് ഉച്ചയ്ക്കുള്ള സമയമാണ് വരുന്നത്. ബുധനാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയില്ല, ഒരു ആചാര്യനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും 12:15 1:30 ഇടയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുഹൂർത്തം തിരഞ്ഞെടുക്കാം. എല്ലാ കാര്യത്തിനും വേണ്ടി നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. പിന്നെ ചില ആൾക്കാരുടെ നാളും ബാക്കിയുള്ള ഡീറ്റെയിലും ഒക്കെ നോക്കി മുമ്പേ സമയം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ രാവിലത്തെ മുഹൂർത്തമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്യോതിഷനെ കാണാം. അതുപോലെ അതനുസരിച്ച് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നും ഇതില്ല, ഒരു ദോഷമില്ലാത്ത ഒരു സമയം ഉച്ചയ്ക്കുള്ള സമയം വേണമെങ്കിൽ നിങ്ങളെല്ലാ പേരും അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഏകദേശം 12:15 മുതൽ അസ്തമയോ ഉദയം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. എന്നാലും ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 12:15 തൊട്ട് 1:30 വരെ അഭിജിത്ത് മുഹൂർത്തം തന്നെയാണ് വരുന്നത്. അത് ഭൂമിയിൽ ഒരു ദോഷവും പ്രപഞ്ചത്തിൽ ഒരു ദോഷത്തിനും ബാധകമല്ല. അപ്പോൾ അത് അഭിജിത്ത് മുഹൂർത്തമായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് ആ സമയം ചെയ്യാം. അതിന് നിങ്ങൾ ഒരു ആചാര്യനെയും ഒരു ജ്യോതിഷൻ്റെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ചെയ്യണമെങ്കിൽ തിങ്കൾ മുതൽ ബുധനാഴ്ച ഒഴിച്ച് ഞായറാഴ്ച വരെയുള്ള സമയങ്ങളിൽ ബുധനാഴ്ച മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് തീർച്ചയായിട്ടും അതിന് എല്ലാ പേർക്കും ഈ ഒരു കാര്യത്തിൽ ജ്യോതിഷനാവാം. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ അത് നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെയാണ് നടക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എൻ്റെ മഹാദേവൻ്റെ
ഇതാണ് ഞാൻ പ്രചരിപ്പിക്കുന്നത്. മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ എന്ന നിലയിൽ, എൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ചിലരെന്നെ വിമർശിക്കാം, അതൊക്കെ നടക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. വിമർശനം കണ്ടൊന്നും നമ്മളൊന്നും ഭയക്കില്ല. നമ്മുടെ തത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കില്ല. അത് ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല, നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.